നമസ്കാരം. ഞാൻ ക്യാപ്റ്റൻ ഗോപാലകൃഷ്ണൻ. എന്നെ അറിയുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മൾ മലയാളം പറയുന്നവരല്ലേ, അപ്പം എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കേരള സ്കൂൾ കാനിങ് റോഡിന്റെ 2014 മുതൽ ഇലക്ടഡ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാനൊരു റിട്ടയർഡ് ആർമി ക്യാപ്റ്റനാണ്. 2017 ഒരു കാരണവുമില്ലാതെ എന്നെയും എൻ്റെ കമ്മിറ്റിയെയും പുറത്താക്കിയ സെൻട്രൽ കമ്മിറ്റി കഴിഞ്ഞ 10 വർഷമായി കേരള സ്കൂൾ കാനിങ് റോഡിന്റെ ഭരണ ഭാരവാഹിത്വം വഹിച്ചു വരുന്നു. അതിനെന്തുമാത്രം അത് നിയമപരമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അത് നിയമവശം പഠിച്ച അഡ്വക്കേറ്റുമാരും ജഡ്ജിമാരും ഒക്കെ നമ്മുടെ കേരളത്തിലും ഡൽഹിയിലും എല്ലാം ഉള്ളപ്പോൾ അത് അവർ നമ്മളെ പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ. എന്തായാലും എൻ്റെ 10 വർഷത്തെ കഠിന ശ്രമത്തിന് ശേഷം 7 ജനുവരി 2024 നമ്മളുടെ കേരള സ്കൂളിൽ വീണ്ടും ഒരു ഇലക്ഷൻ നടത്താൻ സമൂഹത്തിലെ തങ്ങൾ ആരൊക്കെയോ ആണ് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ എന്തായാലും ഒരു തീരുമാനമെടുത്തു. നല്ല തീരുമാനമാണ്. അപ്പോ എനിക്ക് പറയാനുള്ളത്, കേരള സ്കൂൾ കേരളത്തിൽ നിന്നും വന്ന് ഡൽഹിയിൽ സെറ്റിലായിരിക്കുന്ന മലയാളി കുടുംബങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായാണ് കേരള സ്കൂൾ ആരംഭിച്ചത്. ഇന്നിപ്പോ കേരള സ്കൂളിൽ കുട്ടികളുടെ പഠിത്തത്തിനേക്കാൾ കൂടുതൽ അവിടെ നടക്കുന്നത് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ ഫംഗ്ഷനുകളും മറ്റുമാണ്. പഠിത്തത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പ്രിൻസിപ്പലിനോട് ചോദിക്കണം. എന്തായാലും നമ്മുടെ സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചിട്ടുള്ള എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. 2014 മുതൽ 2017 ജനുവരി വരെ ഞാനും എൻ്റെ കൂടെ ഇലക്റ്റായി വന്ന മെമ്പേഴ്സും കൂടി ചെയ്തു വെച്ച എല്ലാ നല്ല കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കൈ ചൂണ്ടിക്കാണിക്കാം. പാകിസ്ഥാനിലെ സ്കൂൾ ആക്രമണത്തെ തുടർന്ന് നമ്മുടെ ഡൽഹിയിൽ സർക്കാർ നിർദ്ദേശപ്രകാരം 9 അടി പൊക്കമുള്ള മതിലുകളും സെക്യൂരിറ്റി ഫെൻസും ഒരു സെക്യൂരിറ്റി ലൂപ്പ് ഹോളുമില്ലാതെ ഒരു എൻട്രി ഗേറ്റും വേണമെന്ന ആദേശം ആദ്യമായി പാലിച്ചത് കേരള സ്കൂൾ കാനിങ് റോഡാണ്. അത് ഞാൻ സെക്രട്ടറി ആയിട്ടിരുന്നപ്പോഴാണ്. അതുപോലെ തന്നെ സ്കൂൾ അങ്കണത്തിൽ ഒരു സ്റ്റേജ് കുട്ടികളുടെ പ്രോഗ്രാം നടത്താൻ, വെയിൽ കൊള്ളാതെ അവർക്ക് അവരുടെ പ്രോഗ്രാം പെർഫോം ചെയ്യാൻ അത് നടത്തിവെച്ചത് ഞാനിരുന്ന സമയത്ത് ഭരണസമിതി തന്നെയാണ്. സ്മാർട്ട് എഡ്യൂക്കേഷൻ extramarks.com അത് കേരള സ്കൂളിൽ പ്രാബല്യത്തിലാക്കിയത് കേരള സ്കൂൾ കാനിങ് റോഡാണ് ആദ്യമായി. അത് ഞാൻ സെക്രട്ടറി ആയിട്ടുള്ള സമയത്താണ്. ഒരു സൊസൈറ്റി ഓഫീസ്, ഒരു മാനേജ്മെന്റ് ഓഫീസ്, ഒരു സെൻട്രൽ കമ്മിറ്റി ഓഫീസ്, ഇത് 3 ഞാൻ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള സമയത്താണ് ചെയ്തത്. അതിനുശേഷം സൽപ്രവർത്തികൾ ആര് ചെയ്താലും അവരെ ആർക്കും ഇഷ്ടമില്ല. അവരെ മുമ്പോട്ട് കൊണ്ടുപോയാൽ മറ്റാരുടെയോ സ്ഥാനം ആ വ്യക്തി കവർന്നെടുക്കും എന്നുള്ള ഒരു ഭയം ഞാൻ ഈ പറഞ്ഞ സമൂഹത്തിലെ പ്രമുഖരായ വ്യക്തികൾക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം 2017 ജനുവരിയിൽ എന്നെ അവിടെ നിന്നും യാതൊരു കാരണവും കാണിക്കാതെ എന്നെ പുറത്താക്കിയത്. സാരമില്ല.
ഇതിപ്പോ സ്കൂളല്ല, രാഷ്ട്രീയമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്ന രാഷ്ട്രീയ കലാപങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. എന്റെ ഒരൊറ്റ അഭ്യർത്ഥന മാത്രം, ഇത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇതിന് ഒരു കാരണവശാലും ഒരു സമൂഹത്തിനോ ഒരു പാർട്ടിക്കോ ഒരു സമുദായത്തിനോ ഒരു സംഘടനയ്ക്കോ കയ്യേറാനുള്ള അവകാശം നിങ്ങൾ കൊടുക്കരുത്. 7 ജനുവരി 2024 നടക്കുന്ന ഇലക്ഷൻ ജനാധിപത്യപരമായിരിക്കണം. ഒരു പ്രത്യേക തരം അല്ലെങ്കിൽ പ്രത്യേക സമുദായം, പ്രത്യേക വിഭാഗം നടത്തി വരുന്ന അന്യായങ്ങൾ ഇതിൽ മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവർ ചെയ്തു കൂട്ടിയത് എന്തോ ആയിക്കോട്ടെ, കഴിഞ്ഞ 10 വർഷത്തെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അത് വരുന്ന AGM-ൽ നമുക്ക് അറിയാൻ വയ്യാത്തവരെ നമ്മൾ ധരിപ്പിക്കുകയും ചെയ്യും. ആരുടെയും കുറ്റവും കുറവും ഞാൻ പറയുന്നില്ല, കാരണം നമ്മളിലെല്ലാം കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. അതുകൊണ്ട് ദയവായി ഈ വരുന്ന ഇലക്ഷനിൽ എന്നോടൊപ്പം നിൽക്കുന്ന ശ്രീ മുരളീധരൻ പിള്ളை, ശ്രീ A. കാർത്തികേയൻ നായർ, പിന്നെ ഞാൻ എന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന ശ്രീ സെബാസ്റ്റ്യൻ TC, ട്രഷററായി നിൽക്കുന്ന ശ്രീ ജേക്കബ് ഷാമോൻ, അതുപോലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായി നിൽക്കുന്ന ശ്രീ രതീശൻ, ശ്രീ ജോമി, ശ്രീ ഷനിൽ, KV രാജു, സാബു CK തുടങ്ങിയ എല്ലാ വ്യക്തികളെയും നിങ്ങൾ വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് ഞാൻ താഴ്മയായ